ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 17. ബ്രാൻഡ് അംബാസിഡർമാരെക്കാൾ അധികം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. ഇന്റർനെറ്റ് യുഗത്തിൽ മത്സരം രൂക്ഷമായിരിക്കുന്നു. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കമ്പനികൾ ക്രിയാത്മകമായ വഴികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് സുബാരു വാഹനങ്ങൾ എടുക്കുക. സുബാരു ഉടമകൾ വിശ്വസ്തരാണ്. അതിനാൽ കമ്പനി സുബി സൂപ്പർ ഫാൻസിനെ വാഹനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ ക്ഷണിക്കുന്നു. കമ്പനിയുടെ വെബ്സൈറ്റ് പറയുന്നു, സുബാരു അംബാസിഡർമാർ സുബാരുവിനെ കുറിച്ച് പ്രചരിപ്പിക്കാനും ബ്രാൻഡിന്റെ ഭാവി രൂപപ്പെടുത്താനും അവരുടെ അഭിനിവേശവും ഉത്സാഹവും സ്വമേധയാ നൽകുന്ന ഊർജ്ജസ്വലരായ വ്യക്തികളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. സുബാരു ഉടമാവകാശം ആളുകളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാകണമെന്ന് കമ്പനി ആഗ്രഹിക്കുന്നു. അവർക്ക് അത്യധികം അഭിനിവേശമുണ്ട്. അവർക്ക് പങ്കിടാതിരിക്കാൻ കഴിയുകയില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ യേശുവിനെ അനുഗമിക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ഒരു വ്യത്യസ്തമായ അംബാസിഡർ പരിപാടിയെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. തുടർന്ന് പൗലോസ് കൂട്ടിച്ചേർക്കുന്നു, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. പല ഉൽപ്പന്നങ്ങളും നമുക്ക് സന്തോഷവും സമ്പൂർണതയും ലക്ഷ്യവും പോലെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഒരേ ഒരു സന്ദേശം, യേശുവിൽ വിശ്വസിക്കുന്നവരായ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിരപ്പിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ സന്തോഷ വാർത്ത തന്നെയാണ്. നിരാശാജനകമായ ഒരു ലോകത്തിലേക്ക് ആ സന്ദേശം എത്തിക്കാനുള്ള പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ചിന്തിക്കുക, യേശുവിൻ്റെ അംബാസിഡർ ആയിരിക്കുക എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആ വിളി നിങ്ങൾക്ക് എങ്ങനെ പ്രായോഗികമാക്കാനാകും? ദൈവത്തിന് മഹത്വം.